ഗായ്സ്, അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ 3 മത്സരങ്ങൾ തോറ്റുകൊണ്ട് റിലേഗേഷൻ സോണിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. കളിച്ചത് 3 മത്സരം. ഈ 3 മത്സരങ്ങളിൽ നിന്നും ആകെ നേടിയത് ഒരൊറ്റ ഗോൾ മാത്രമാണ്. ഇതുവരെയും ഒരു നല്ല പ്ലേയിങ് 11 പോലും ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല. ഭൂരിഭാഗം ആരാധകരും കുറ്റം പറയുന്നത് കണ്ടു നമ്മുടെ പരിശീലകൻ ഡേവിഡ് കട്ടാളയാണ് പ്രശ്നം. ഡേവിഡ് കട്ടാളയെ കൊണ്ടൊന്നും പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ടാറ്റിക്സ് പോരാ, സബ്സ്റ്റിറ്റ്യൂഷൻസ് പോരാ എന്നുള്ളതൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സോ ഇവിടെ ബ്ലാസ്റ്റേഴ്സിൽ ശരിക്കും എന്താണ് പ്രശ്നം? ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രോബ്ലം കോച്ചിനെ മാറ്റിയത് കൊണ്ട് മാറുന്നതാണോ? ഗൈസ്, എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നത്, നമ്മൾ ഡേവിഡ് കട്ടാളയെ വിമർശിച്ചത് കൊണ്ടോ പുതിയ കോച്ചിനെ കൊണ്ടുവന്നതുകൊണ്ടോ ഇതിനൊരു മാറ്റവും വരില്ല. കട്ടാളയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ മാക്സിമം ഡേവിഡ് കട്ടാള ചെയ്യുന്നുണ്ട്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ പ്രശ്നം മതിയായ പ്ലേയേഴ്സ്, ക്വാളിറ്റി പ്ലേയേഴ്സിന് അദ്ദേഹത്തിൻ്റെ സ്ക്വാഡിൽ ഇല്ല എന്നുള്ളതാണ്. അതൊരു ഫാക്റ്റാണ്. ഇപ്പോഴും ഡേവിഡ് കട്ടാളയ്ക്ക് ഒരു നല്ല 11 പോലും, പ്ലേയിങ് 11 പോലും കിട്ടിയിട്ടില്ല. ഓരോ മത്സരവും ഡേവിഡ് കട്ടാള എക്സ്പീരിമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾറെഡി കട്ടാള ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓരോ മത്സരം കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് മാച്ച് ടോക്ക് കേട്ടാൽ മനസ്സിലാകും ഈ ഒരു ടീം വെച്ച് ഒന്നും നടക്കില്ല എന്ന് കോച്ച് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉള്ള റിസോഴ്സസ് വെച്ച് എങ്ങനെയും ഈ ഒരു സീസൺ തീർക്കുക എന്നുള്ളതാണ് കട്ടാള ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇതിനെല്ലാം കാരണം മാനേജ്മെൻറ്റ് തന്നെയാണ്. ആസ് യൂഷ്വൽ മാനേജ്മെൻറ്റ് ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താരങ്ങളെ വിറ്റ് ഇത്രയും ബിലോ ആവറേജ് ഒരു സ്ക്വാഡ് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. സോ ഇവിടെ കോച്ചിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഇനി കാര്യമില്ല. ആൾറെഡി ഈ സീസൺ ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കില്ല എന്നുള്ളത് റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ മനസ്സിലാകും. റിലഗേഷനിൽ പെടാതെ രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ.